അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. റഷ്യ-യുക്രൈൻ ആക്രമണങ്ങൾക്കിടെ ലിയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. മാർപ്പാപ്പയുടെ വേനൽക്കാല വസതിയായ കാസൽ ഗാൻഡോൾഫയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. യുക്രൈനിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ചായിരുന്നു കൂടിക്കാഴ്ചയിൽ ഉടനീളം ഇരുവരും സംസാരിച്ചത്. നയതന്ത്ര സംരംഭങ്ങൾ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷ പുതുക്കുകയും ചെയ്യുന്നുവെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. യുദ്ധ തടവുകാരുടെ പ്രശ്നത്തെക്കുറിച്ചും യുക്രൈനിയൻ കുട്ടികളെ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംഭാഷണത്തിൽ ഇരുവരും സംസാരിച്ചു. കൊച്ചി രൂപതയുടെ വികാരി ജനറലായി ഫാദർ ഡോക്ടർ ജോസി കണ്ടനാട്ടുതറിയെ കൊച്ചി രൂപത അധ്യക്ഷൻ ആന്റണി കാട്ടിപ്പറമ്പിൽ നിയമിച്ചു. മുണ്ടംവേലി സെന്റ് ലൂയിസ് പള്ളിയിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് നിയമനം. അരൂർ സെന്റ് അഗസ്റ്റീൻസ് ഇടവകാംഗമായ അദ്ദേഹം കൊച്ചി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജനുവരി 4-നാണ് ഔദ്യോഗികമായി സ്ഥാനമേൽക്കുന്നത്. എല്ലാ വർഷവും ക്രിസ്തുമസിനോടനുബന്ധിച്ച് വത്തിക്കാനിൽ നടത്തിവരാറുള്ള തിരുപ്പിറവി ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പുൽക്കൂട് പ്രദർശനം ആരംഭിച്ചു. ഡിസംബർ 8-ാം തീയതി സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രോ പ്രീഫെക്ട് മോൺസിഞ്ഞോർ റീനോ ഫിസിക്കല്ല പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 32 രാജ്യങ്ങളിൽ നിന്നുള്ള 132 പുൽക്കൂടുകളാണ് പ്രദർശനത്തിനായി തുറന്നുകൊടുത്തത്. സൗജന്യ പ്രദർശനം 2026 ജനുവരി 8 വരെ. അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ ചിലിയിലെ വാൽപെറാസോ രൂപതയിലുള്ള ലോ വാസ്ക്വസ് മാതാവിന്റെ ദേവാലയത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1.5 ദശലക്ഷത്തിലധികം വിശ്വാസികൾ ഒത്തുകൂടി. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി പലരും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുന്നതിനും തങ്ങളുടെ ഉദ്ദേശങ്ങളും അപേക്ഷകളും നന്ദിയും പരിശുദ്ധ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്നതിനുമായാണ് ലോ വാസ്ക്വസിലേക്ക് എത്തിച്ചേർന്നത്. നവംബർ അവസാനത്തോടെ പെയ്ത മൺസൂൺ മഴയെ തുടർന്ന് വ്യാപകമായ ചുഴലിക്കാറ്റുകളും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുകളും ഉണ്ടായി. ഈ അടിയന്തരാവസ്ഥയിൽ ശ്രീലങ്ക, ഇന്തോനേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവയുൾപ്പെടെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് പേപ്പൽ അൽമോണർ വഴി പാപ്പ സഹായം അയച്ചു. ഡിസംബർ 7-ന് നടന്ന ത്രികാല പ്രാർത്ഥനയിൽ പാപ്പ പ്രകൃതി ദുരന്തങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരുന്നു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.